കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര ഉൽപാദനത്തിൽ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സഭയിൽ സമർപ്പിച്ച ധനമന്ത്രി 6.6% സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്ക്. എന്നാൽ നികുതി വരുമാനത്തിൽ നേരിയ വളർച്ച മാത്രമാണ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത്. പൊതുകടവും കൂടി. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ വച്ചു. ആഭ്യന്തര വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയേക്കാളും ഉയർന്ന നിലയിലാണെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നു. ആഭ്യന്തര ഉൽപാദനത്തിലെ വളർച്ചാ നിരക്ക് 6.6% രേഖപ്പെടുത്തുന്നതിനോടൊപ്പം റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറയുകയും ചെയ്തു. കഴിഞ്ഞ തവണ ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് 12.97%. അതായത് വളർച്ചാ നിരക്കിന്റെ തോതിൽ കഴിഞ്ഞ തവണത്തെ നേട്ടം നിലനിർത്താനായില്ല. 2021-22 കോവിഡിന് ശേഷമുള്ള വീണ്ടെടുപ്പ് ഉത്തേജന പാക്കേജുകളുമാണ് ഇന്നത്തെ ഉയർന്ന വളർച്ചാ നിരക്കിനു കാരണം. ഇത്തവണ വളർച്ചാ നിരക്കിന്റെ ശതമാനം പകുതിയായി കുറഞ്ഞു. റവന്യൂ കമ്മി 0.88% കുറഞ്ഞത്. ധനകമ്മി 2.44% കുറഞ്ഞു. റവന്യൂ വരുമാനം 12.48% നിന്നും 12.69% കൂടി. തനത് നികുതി വരുമാനത്തിലും നേരിയ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ തവണ 22.41% ഇത്തവണ 23.36 മാറി. ഇതിന് കാരണം GST, വിൽപ്പന നികുതി, വാറ്റ് എന്നിവയിലുണ്ടായ വളർച്ചയാണ്. സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനത്തിന്റെ വളർച്ച ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കുറവായിരുന്നുവെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനിടയിൽ കേന്ദ്ര വിഹിതത്തിൽ 4.6% കുറവുമുണ്ടായി. സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ വളർച്ചാ നിരക്ക് 10.16% നിന്നും 8.19% കുറഞ്ഞു. ആകെ പൊതുകടം 2,38,000.96 കോടിയാണ്. ഇതിൽ ആഭ്യന്തര കടം 2,10,791.06 കോടിയിൽ നിന്നും 2,77,137.08 കോടിയായി ഉയർന്നു. ജനം, തിരുവനന്തപുരം.